ഹായ് ഗുഡ് മോർണിംഗ്. മൊറോക്കോ ഡേ 2 ആണ് കേട്ടോ. ഞങ്ങൾ ഇന്നൊരു ചെറിയ പാക്കേജ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളതിൽ ചെയ്യണം. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് 9:15 വണ്ടി താഴെ വരും. സോ നമ്മൾ അപ്പോഴേക്കും എണീറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൊറക്കേഷ് D2. അപ്പം നമ്മൾ ഇന്ന് രാവിലെ പോകുന്നത് വൺ ഓഫ് ദ ഫേമസ് ഒരു പ്ലേസ് ആണ്. ഇവിടെ കാണാനുള്ള ഒരു പെർഫെക്റ്റ് സ്പോട്ടും, അതായത് നമ്മൾ ഏർലി ഇൻ ദ മോർണിംഗ്, നോട്ട് ഏർലി ഇൻ ദ മോർണിംഗ് അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൺറൈസിനോടെ ആ തണുപ്പോടെ ആ സ്ഥലം കാണാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അതുപോലെ നല്ല ചൂടാണ്, അപ്പം ഏർലി മോർണിംഗ് പോകുന്നതന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ. സോ നമ്മൾ ഇന്നത്തെ ദിവസം അടിപൊളി കളറായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ കുട്ടി എന്നത്തെയും പോലെ ഫുഡ് മസ്റ്റ് ബിഗില് എന്ന് പറയുന്ന പോലെ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇതേ നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ വന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ തട്ടി കയറ്റിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഡിഷുകളാണ് നമുക്കവിടെ റെസ്റ്റോറൻറ്റിൽ കാണാൻ കഴിയണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്, റെഡിയായി. നമ്മളിത് ഈ വണ്ടിയിൽ കയറി നേരെ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഹൈലൈറ്റ് ആയിട്ടുള്ള അറ്റ്ലസ് മൗണ്ടൻ, ഒറിക്ക വാലി, ബർബർ ട്രഡീഷണൽ ഹൗസസ് കാണാനാണ് കേട്ടോ. അവിടെ ഏറ്റവും തനതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്നും അവർ സംരക്ഷിച്ച് വരുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ മൊറോക്കോയുടെ ബ്രെത്ത് ടേക്കിംഗ് പനോരമിക് വ്യൂ പോയിന്റിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റുമുള്ള മലനിരകളും താഴ്വാരകളും ഗ്രാമങ്ങളും ഒരുമിച്ച് കാണാൻ കഴിയും. ഈ കാഴ്ച നേരിൽ കാണുന്നത് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമാണ് കേട്ടോ. മൊറോക്കോയുടെ പ്രകൃതി ഭംഗി എത്ര മനോഹരമാണെന്ന് ഈ ഒരു പനോരമിക് വ്യൂ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ദൂരെയായിട്ട് അറ്റ്ലസ് മൗണ്ടനിൻ്റെ മലനിരകളും പച്ചപ്പും ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് ഏറ്റവും മുകളിലായി ടോപ്പിൽ നിന്നാണ് ഈ വ്യൂ കാണുന്നത് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസായിട്ടുള്ളൊരു കാറ്റും, അത്രയും ചൂടത്ത് നിന്ന് ആ കാറ്റ് കിട്ടുമ്പോൾ ഉള്ളൊരു സുഖം അതൊന്ന് വേറെ തന്നെയായിരുന്നു. അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് മൊറോക്കോയിലെ തന്നെ ബർബർ ഓൾഡ് ഹൗസ് ആണ് കേട്ടോ. അവരുടെ ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് കല്ലും മണ്ണും ഉപയോഗിച്ചിട്ടാണ്. കാരണം ഏറ്റവും ചൂടുള്ള സമയത്തൊക്കെ വീട്ടിനകത്ത് നല്ല തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ആ കല്ലും മണ്ണും ഉപയോഗിച്ചിട്ട് വീട് നിർമ്മിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് അവരുടെ ആ ഒരു വീടിൻ്റെ സ്ട്രക്ചറും എല്ലാം അടിപൊളിയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെയുള്ള ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു. അവർ നമുക്ക് നല്ല ചൂടുള്ള ഏലക്ക ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വീട്ടിൽ. അവരായിട്ട് സംസാരിച്ചു. ഭയങ്കര സ്നേഹമുള്ള കുറച്ച് ആൾക്കാർ. അവിടുന്ന് കുറച്ച് നേരം ഈ കാഴ്ചകളെല്ലാം കണ്ട് ചായയൊക്കെ കുടിച്ച് അടുത്തായിട്ട് മൊറോക്കോയിൽ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു സ്പോട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കിയത്. കാരണം ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടത്തിലൊന്നാണ് ഓസൂത്ത് വെള്ളച്ചാട്ടം കേട്ടോ. അതിനരികത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളതേ നേരെ പൂളിലോട്ട് മക്കളെ അടിപൊളി. നമ്മുടെ റിസോർട്ടിൽ പൂളുള്ളതുകൊണ്ട് നമ്മൾ ഈവനിങ് ടൈം എല്ലാം പൂളിലായിരുന്നു. വെള്ളത്തിൽ കളിക്കാനുള്ള ഇഷ്ടം നെരുവിന് ഭയങ്കരമാണ്. അപ്പം നമ്മൾ എല്ലാവരും ഒന്നിച്ച് അവിടെ പൂളിലൊക്കെ ഫുള്ള് തലകുത്തി മറിഞ്ഞ് അവിടെ ചെറിയൊരു പാർക്കുണ്ട്. സോ അപ്പം അവിടെ ചെന്ന് നെരുവിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവൾക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ സമയം നമ്മൾ അവിടെ വൈകുന്നേരങ്ങളിലെല്ലാം കുറച്ച് നേരത്തെ റൂമെത്താൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് ആ ഒരു സ്ട്രെസ്സും അങ്ങ് പോയി കിട്ടും. ഈ ചൂടത്ത് നടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അങ്ങ് പോയി കിട്ടും. നമ്മൾ പരിപാടികളെല്ലാം കണ്ട് നമ്മൾ റൂമിലെത്തി പൂളിൽ കളിച്ച് കുറേ നേരം അവളെ ഒന്ന് നമ്മൾ മെൻ്റലി ഓക്കെ ആക്കി പിന്നെ കുറച്ച് നേരം ഒന്ന് കിടത്തി ഉറക്കിയതിന് ശേഷം നമ്മൾ അടുത്ത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി 7:30 കഴിഞ്ഞു കേട്ടോ. മൊറോക്കോയിൽ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ആൾക്കാരായിരിക്കും അല്ലേ. ഇതുപോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മൊറോക്കോഷ്യൻ ഡിഷസൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നാട്ടിലുള്ള റൈസിൻ്റെ ഉള്ളുള്ളി അങ്ങ് വന്നു. സോ അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. സമയം ഏകദേശം 7:30 അപ്പോൾ നമ്മൾ ഡിന്നർ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാക്കാമെന്ന് വിചാരിച്ചു.
ചെറിയ രീതിയിൽ ഈ ഷാനേട്ടനൊന്ന് വഴിതെറ്റിച്ചു. സോ നമ്മൾ അവസാനം ഇവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ ഫ്രഞ്ചിൽ ജബ 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 എന്ന് പറഞ്ഞ് വരേണ്ടി വരും. ഇതൊക്കെ എനിക്കൊന്നു സ്ട്രീറ്റ് റെസിഡൻഷ്യൽ ഏരിയ തോന്നുന്നു അല്ലേ? ആ സത്യമായിട്ട് അവിടെ ആരുമില്ല. ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടിയും ഒരു എന്തോ ഒരു ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയ പോലെ ഫീൽ ചെയ്തു. വഴിതെറ്റി പോണ പോക്കായി ഷാനേട്ടൻ. വഴിതെറ്റിച്ച് പോകുന്ന വഴിയാ. നമ്മളിവിടെ എന്താ അതിന്റെ റെസ്റ്റോറന്റ് പേരെന്താ? ബോംബെ മദീന അന്വേഷിച്ചു വന്ന. ദൈവമേ, ഇത് എങ്ങോട്ടേക്ക് പോണ് തമ്പുരാനെ. പേടിയാവുന്നു വഴി കണ്ടിട്ട്. ആ വണ്ടി എന്താ വരുന്നുണ്ട് അവിടെ. എന്റെ ഷാനേട്ടാ, നിനക്ക് വേറെ കഴിച്ച പോരടാ. ഈ ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി കുറച്ചൊന്നും ഞങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും പക്ഷേ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു കേട്ടോ. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല തണുത്ത കാറ്റ് വിത്ത് സൺസെറ്റോട് കൂടിയിട്ട് ഡിന്നർ. ഞാൻ അതുവരെ ഷാനേട്ടനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ക്ലൈമറ്റ് മാറിയതോടുകൂടി എൻ്റെ മൂടങ്ങ് മാറി. അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് നൈസായിട്ട് ആ കാറ്റത്തൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഒക്കെ ആയിട്ട് മൊറോക്കൻ ആ ഒരു നൈറ്റ് ലൈഫ് കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്. ഇനിയും ഉണ്ട്, വിശേഷങ്ങൾ തീർന്നില്ല. എല്ലാം വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.